നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗവർണർക്കൊപ്പം നിന്ന നിലപാടിന്റെ പേരിൽ മുൻ കേരള സാങ്കേതിക സർവകലാശാല വിസി സിസ തോമസിനോട് പകപോക്കൽ തുടർന്ന് പിണറായി സർക്കാരിനെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ നിന്ന് തിരിച്ചടി. പകപോക്കലിന്റെ ഭാഗമായി പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും പിടിച്ചുവെച്ച സർക്കാർ നടപടിക്കെതിരെയാണ് വിമർശനം ഉയരുന്നത്. ഒരാഴ്ചയ്ക്കകം സംസ്ഥാന സർക്കാർ പെൻഷനും കുടിശ്ശികയും നൽകണമെന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഉത്തരവിട്ടു. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സംസ്ഥാന സർക്കാരും മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും തമ്മിലുണ്ടായ പോരിനിടെ സിസ തോമസിനെ KTUVC ആയി നിയമിച്ചത് ഗവർണറായിരുന്നു. സർവീസിൽ നിന്ന് വിരമിച്ച സിസ തോമസിന് ലഭിക്കേണ്ടിയിരുന്ന ആനുകൂല്യങ്ങൾ സർക്കാർ തലത്തിൽ തടഞ്ഞുവെച്ചു എന്നാരോപിച്ച് സിസ തോമസ് ആണ് ട്രൈബ്യൂണലിനെ സമീപിച്ചത്. ഡോക്ടർ MS രാജശ്രീയെ അയോഗ്യനാക്കിയതിന് പിന്നാലെയാണ് ഗവർണർ KTUVC സ്ഥാനത്തേക്ക് സിസയെ നിയമിച്ചത്. ആ നിയമനം ചട്ടവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി സിസ തോമസിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കാനും കാരണം കാണിക്കൽ നോട്ടീസ് നൽകാനും സർക്കാർ തീരുമാനിച്ചിരുന്നു. ഇതിനെതിരായ നിയമ പോരാട്ടം ട്രൈബ്യൂണൽ മുതൽ സുപ്രീം കോടതി വരെ നീണ്ടു. ഗവർണർ നടത്തിയ നിയമനം എല്ലായിടത്തും ശരിവയ്ക്കപ്പെട്ടതോടെയാണ് നടപടിയില്ലാതായത്. എന്നാൽ ഈ കേസ് ഹൈക്കോടതി പരിഗണിച്ചപ്പോഴേക്കും സിസ സർവീസിൽ നിന്ന് വിരമിച്ചിരുന്നു. എന്നാൽ അതിനുശേഷം സിസയ്ക്ക് പെൻഷൻ ലഭിച്ചില്ല. വിരമിക്കലിന് ശേഷം പെൻഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കാത്തതിനാൽ സിസ തോമസ് വിവരാവകാശ നിയമപ്രകാരം സർക്കാരിനെ സമീപിച്ചപ്പോഴാണ് സർക്കാർ ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകുന്ന കാര്യം വ്യക്തമാക്കിയത്. അപ്പീൽ പോകുന്നതിനാൽ തന്നെ പെൻഷൻ ആനുകൂല്യങ്ങൾ നൽകാനാവില്ലെന്നായിരുന്നു സിസയ്ക്ക് സർക്കാരിന്റെ മറുപടി. എന്നാൽ സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂല വിധി വന്ന ശേഷവും സിസയ്ക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളൊന്നും ലഭിച്ചിരുന്നില്ല. സർക്കാരിനെ ധിക്കരിച്ച് ഗവർണർക്കൊപ്പം നിന്നാൽ എന്തും സംഭവിക്കുമെന്ന് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഇവർക്കെതിരെ നടപടി സ്വീകരിച്ചത്. സർവകലാശാലയിലെ ചില രേഖകൾ കാണാനില്ലെന്ന് പറഞ്ഞ മോഷണ കുറ്റം അടക്കം സിസയ്ക്കെതിരെ സർക്കാർ ചുമത്തിയിരുന്നു. 2022 നവംബറിലാണ് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് സീനിയർ ജോയിന്റ് ഡയറക്ടറായിരുന്ന സിസ തോമസിനെ സാങ്കേതിക സർവകലാശാല താൽക്കാലിക VC ആയി ചാൻസലർ കൂടിയായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിയമിച്ചത്. സർക്കാരിന്റെ നാമനിർദ്ദേശം തള്ളിയുള്ള ഈ നിയമനം സർക്കാരിനെ പ്രതിസന്ധിയിലാക്കി. ഗവർണറുടെ ഉത്തരവ് സിസ തോമസ് അംഗീകരിച്ചു. സിസ VC ആയി ചുമതലയേറ്റു. ഇത് പിണറായി സർക്കാരിന് നാണക്കേടായി. ജീവനക്കാരെ കൊണ്ട് തടയാനും ശ്രമിച്ചു. എന്നാൽ കോടതി ഇടപെടലുകൾ സിസയ്ക്ക് തുണയായി. വിരമിക്കുന്ന മാർച്ച് 31 ഹിയറിംഗിന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് അഡീഷണൽ സെക്രട്ടറിയുടെ മുന്നിൽ ഹാജരാകണമെന്ന് കാണിച്ച് തലേന്ന് ഓഫീസ് സമയത്തിന് ശേഷം ഇമെയിലായി കത്ത് നൽകി. വിരമിക്കൽ ദിവസമായതിനാലും VC എന്ന നിലയിലും പ്രിൻസിപ്പൽ എന്ന നിലയിലും മാർച്ച് 31 ബില്ലുകൾ മാറുന്നത് അടക്കമുള്ള ഉത്തരവാദിത്തങ്ങളും കാണിച്ച് ഹാജരാകാനുള്ള അസൗകര്യം അറിയിച്ച് മറുപടി നൽകി. വിരമിച്ച ശേഷം പെൻഷനും ആനുകൂല്യങ്ങളും ചോദിച്ചപ്പോൾ അച്ചടക്ക നടപടി തുടങ്ങിയതിനാൽ നൽകില്ലെന്ന് പറഞ്ഞു. തുടർന്ന് ഹൈക്കോടതിയെ സമീപിച്ചു. ഗവർണറുടെ ഉത്തരവ് അനുസരിക്കുന്നത് അച്ചടക്ക ലംഘനമല്ലെന്നും സർക്കാരും ഗവർണറും തമ്മിലുള്ള പോരിൽ ഉദ്യോഗസ്ഥരെ ബലിയാടാക്കരുതെന്നും അന്ന് കോടതി വിധിച്ചു. സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും ഹർജി ഫയലിൽ സ്വീകരിക്കാതെ തള്ളുകയായിരുന്നു.